നിന്റെ കൂട്ടുകാരൻ വസീം എന്റെ ബിസിനസ്സിലൊരു കരടായി വന്നപ്പോഴാ അവന്റെ ഇക്ക എന്റെ പാർട്ണർ താരിക്ക് തന്നെ പറഞ്ഞത് അവനെ തീർക്കാൻ. റസലെ, തീർത്തേക്കവനെ. $7 ലക്ഷം നിൽക്കുന്ന കുടുംബക്കാർ ചൊല്ലും. നിങ്ങൾ ചെയ്യുന്നത് ഡ്രഗ് ബിസിനസ് ആണെന്ന് എനിക്കറിയാം. Z കാറ്റഗറി ഡ്രഗ്സ് കേരളത്തിലേക്ക് അൺചെക്ഡായി ലാൻഡ് ചെയ്യിക്കാനുള്ള സൗകര്യം. ദാറ്റ്സ് മൈ ഓഫർ. ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഒന്നുമില്ല. അല്ല, മാർക്കോ? വേണ്ട, അവനടക്കം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. മാർക്കോ അറിഞ്ഞെന്ന് തോന്നുന്നു. എന്റെ റിട്ടേൺ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ കൊല്ലും. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും. തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ജോർജിനെ പോലെ അല്ല മാർക്കോ. നിങ്ങൾക്ക് നഷ്ടമായ പൈസ പലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരും. ഡോണ്ട് ഫോളോ യുവർ ബ്രദേഴ്സ് ഫുട് സ്റ്റെപ്സ്. സൈറസ്, അവന്റെ പേര് മാർക്കോ. അവൻ ആരൊക്കെയുണ്ട്? ചേട്ടൻ, ഭാര്യ, മക്കള്, അവന്റെ പെങ്ങളും അവളുടെ ഭർത്താവും, പിന്നെ ചത്ത് മലച്ച കണ്ണൂട്ടന്റെ പെണ്ണും, പിന്നെ വിക്ടറിന്റെ പെണ്ണിന്റെ വയറ്റിൽ വളരുന്ന ഒരു കൊച്ച്. മാർക്കോ, എനിക്ക് ആ കുഞ്ഞിനെ കാണണോടാ. നമ്മളിവിടെ നിന്ന് എങ്ങോട്ട് പോയാലും അപകടം. ആ ചെകുത്തന്മാർ എവിടെ എത്തും? മാർക്കോ, പ്രതികാരം എന്ന് പറഞ്ഞ് നീ ഇനി ഇറങ്ങാൻ നിൽക്കരുത്. ഹലോ, ശിവൻകുട്ടി, പിള്ളേരെ വിളിക്ക്. മൈക്കിളേട്ട എങ്ങാനും പറഞ്ഞാലേ പിന്നെ പ്രാന്തം കുരിയച്ചൻ വിചാരിച്ച പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. നിന്നെ തുണ്ടം തുണ്ടമായി അരിഞ്ഞിട്ട് കുളിപ്പിക്കാനാ സൈറസ് പറയുന്നത്. താളികളെ എന്റെ അടുത്തെങ്ങാനും താളിക്കാൻ വന്ന പ്രാന്തം കുരച്ചനാണ് പെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കാൻ ഞാൻ. ഹലോ, നല്ല ഓടാറ് പഞ്ഞിക്കടലായിരിക്കും. സ്മൂത്തായിരിക്കണം, വിടമുണ്ട്, നടക്കാൻ പറ്റും. സ്വാമി പണിക്കിറങ്ങി അയ്യപ്പ കോപം വരുത്തി വെക്കണ്ട. ചുമ്മാതെ നോക്കി നിന്നേച്ചാ മതി. എവിടെ ബേസ് ചെയ്തിരിക്കുന്നത്? ഗോവ, ബോംബെ. ഗോവ, ബോംബെ, ഡ്രഗ്സ് അല്ലേ? ബോബി, നീ ചെകുത്താൻ വേദമോതെന്നത് കേട്ടിട്ടുണ്ടോ? നീ എന്നെ തൊട്ടു, അത് ഞാനങ്ങ് പോട്ടെന്ന് വയ്ക്കും. പക്ഷെ നീ രാംദാസാറിന്റെ കുടുംബത്തിൽ കയറി കാണിച്ചു, അത് ഞാൻ സഹിക്കില്ല.
തെറ്റിന് എന്റെ പുസ്തകത്തിലൂടെ ശിക്ഷയുള്ളൂ. ചേട്ടൻ 10-30 കൊല്ലായിട്ട് അഞ്ഞൂറ്റിക്കാരെ പണിയാൻ ബോംബെയിൽ ഒരു ബ്രഹ്മാസ്ത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഇനിങ്ങർക്ക് ரோலெக்ஸ் திருச்சியில நடந்த ட்ரக் பஸ்டுக்கு காரணம் மிலிட்டரியோ போலீஸோ இல்ல, ஜெயில இருந்து பரோல்ல வந்த ஒரு கைதி. எங்க சைடுல சரக்கு காணா போனதுக்கு காரணம் விக்ரம்னு ஒருத்தன். அவன் நிறைய தடவை செத்ததா கணக்கு அமைச்சிருக்கான். இப்ப எல்லாம் முடிஞ்சதுன்னு சொல்றாங்க. ஆனா எனக்கு நம்பிக்கை இல்லை. நாளைக்கு டே 1 அவனுக்கு தலையவன்